നവീനും ചേട്ടനും രണ്ടുപേരും പോയിട്ടുണ്ട്. അത് ഓട്ടോ പാർക്കിംഗ് മാത്രമാണെന്നാണ് എഴുതിയേക്കുന്നത്. സോ ഇനി കുറച്ചുകൂടെ നടന്നു പോയി അവിടെ കുറച്ച് കടകളുണ്ട്. എന്നിട്ട് അതിനങ്ങോട്ട് നടന്നു കഴിഞ്ഞാലായിരിക്കും ബീച്ച്. സോ ലെറ്റ്സ് ഗോ. വാട്ടർ സ്പോർട്സ്. ഇത് പശുവിൻ്റെ കുട്ടിയല്ല കേട്ടോ, അത് പശുവാണ് കേട്ടോ, കാളയാണ്. അത് പശു. ഷോപ്പിങ്ങിനുള്ള പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീംസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇതാണ് ബീച്ചിലോട്ട് പോകുന്ന വഴി. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം. ഇവിടെ പശുവൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മളതിൽ കൂടെ ഇവിടെ ഇന്നെ ഇവിടെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഈ 2000 രൂപ ഫൈൻ നിൽക്കിട്ടുണ്ട് ജീവട്ടാ. അല്ല എങ്ങനെയാ മക്കളെ പോവോ? കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് മാഗ്നറ്റ്സ് ഒക്കെ, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണം. അതോ ആ ബീച്ച് വഴി കൂടെ ഞാൻ നടക്കണം. മൊത്തത്തിൽ കുറേ കടകളുണ്ട് കേട്ടോ. സോ അതാണ് തോന്നുന്നു, റോക്ക് ബീച്ചാണ് തോന്നുന്നത്. ആൾക്കാരെന്തോ ഷോപ്പിങ്ങിന് നിൽക്കുക അവിടെ. ഷോപ്പിങ്ങിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് പിന്നെ വാങ്ങിക്കാമെന്ന് തീരുമാനത്തിൽ അവർ പിന്നെ അന്ന് തിരിഞ്ഞു നടക്കും. ഇതാണ് റോക്ക് ബീച്ചിലോട്ട് എത്തി നമ്മൾ. ഇവിടെ സ്ലിപ്പറി റോക്സാണ്, ഇവിടെ കളിക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് വ്യൂ. ജീവേട്ടാ മണലി കളിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം. പ്ലാസ്റ്റിക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് റോക്കൊക്കെ ഉള്ളത്. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറേണ്ട പറഞ്ഞിട്ട്, പക്ഷേ ആൾക്കാർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മണലൊക്കെ ഉണ്ട്, മണലിൽ കളിക്കാതെ തോന്നുന്നു. ആണ് ശരിക്കും ബീച്ച് കേട്ടോ. അവിടെ നമുക്ക് മണലിൽ കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് റോക്കാണ്. ഇവിടെ കളിക്കാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് വ്യൂ നോക്കിയിരിക്കാവുന്നതേ ഉള്ളൂ. നല്ല കല്ലാണ്. അപ്പോൾ കല്ലിനകത്ത് കയറി കഴിഞ്ഞാൽ സ്ലിപ്പാവാനും വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് വ്യൂ അടിപൊളിയാണ്. മേ ബി ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. സോ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതല്ലാതെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് മണൽ കൂടുതലുള്ളത്. അവിടെ ഇതൊക്കെ ഫെറിയോ എന്തോ പരിപാടി ഇന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, അവിടെ നിന്നായിരിക്കണം. പക്ഷേ അതിൻ്റെ ടൈമിങ് കഴിഞ്ഞു തോന്നുന്നുണ്ട്. നമ്മളപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. സോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണം മണലിൽ കളിക്കണമെങ്കിൽ. വരുന്നു എല്ലാവരും. ഇതാണ് ബീച്ചിലോട്ട് എത്തിയത്. കാല് നനയ്ക്കാം, കളിക്കാം, അടിപൊളി. ഇതാണ് ബീച്ച്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാല് നനയ്ക്കാം. പൊന്നോ സെറ്റാണോ? തണ്ണി ഫോട്ടോയിലും വന്നിരുന്നാ. സോ ഇതാണ് നമസ്തേ കഫേ. അപ്പോൾ നമ്മൾ കടലിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ, ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ കഫേയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡും കഴിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ വരാം. നമ്മൾ പോയത് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവിടെ പോകണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ബീച്ച് ആസ്വദിച്ച് അങ്ങനെ പോകാം. അപ്പോൾ ഇതാണ് ബീച്ചിട്ട്. അത്യാവശ്യം ക്രൗഡുണ്ട്. അവിടെ പോയിട്ട് വരുന്ന പിള്ളേരാണ്. അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഫോട്ടോ എടുക്കാൻ പോയതാണ് തോന്നുന്നത്. സോ അങ്ങനത്തെ സാഹസികതകൾക്കൊന്നും ഞങ്ങൾ മുതിരാറില്ല. ഞങ്ങൾ വന്നു, കാല് നനച്ചു. പിന്നെ നവീനുണ്ട്. ബാലൻസ് നമ്മുടെ ടീംസൊക്കെ അവിടെ റോക്കിൽ എന്താ പറയുക, മറ്റേ ക്ലിഫ് തന്നെ വെച്ചാൽ അത് അതിൻ്റെ മണ്ടയ്ക്ക് ചാടിയിരിക്കും. അറബിക്കടൽ. ഫ്രണ്ട്സ്, ഇതാണ് ഓം ബീച്ചിൻ്റെ വീഡിയോ. ഓം ബീച്ച് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം നിന്നു, റോക്കിൻ്റെ ഇതുകൊണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും തട്ടിയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളിടുന്ന വീഡിയോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ടാറ്റാ ബൈ ബൈ. പൊന്നപ്പൻ്റെ ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ്, ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആളുടെ പർച്ചേസ് കഴിഞ്ഞു. പൊന്നെ പർച്ചേസ് കഴിഞ്ഞിട്ടില്ലേ? അപ്പം അങ്ങനെയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പം മതി കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കാശ്